ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. കോട്ടയം കൂരോപ്പട പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. കോൺഗ്രസിന്റെ അമ്പിളി മാത്യുവിനെ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. CPMലെ ഷീല ചെറിയാൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. BDJS അംഗം ആശ ബിനു കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് വോട്ടുകൾ തുല്യമായത്. വിവരങ്ങളുമായി ഗോകുൽ PR ആണ് ചേരുന്നത്. ഗോകുൽ, നിലവിൽ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത്? ഒരു അട്ടിമറി വിജയമാണോ ഇപ്പോൾ കോൺഗ്രസിനുണ്ടായത്? LDFിൽ നിന്നും ഈ ഭരണം, കൂരോപ്പട പഞ്ചായത്തിന്റെ ഭരണം UDFിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. മുൻ പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ സാഹചര്യത്തിൽ രണ്ട് കക്ഷികളും UDFും LDFും 7 വീതം വോട്ടുകൾ നേടി സമനിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് UDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളെ, അല്ലെങ്കിൽ അമ്പിളി മാത്യുവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയുണ്ടായത്. നിലവിലത്തെ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 7 അംഗങ്ങളാണ് LDFിനുള്ളത്. UDFന് 6 പേരും BJPക്ക് 3 പേരും BDJSന് 1 അംഗവുമായിരുന്നു ഉള്ളത്. നിലവിൽ LDFന് 7 ഉണ്ട്. അതോടൊപ്പം തന്നെ UDFന്റെ 6നോടൊപ്പം BDJS അംഗത്തിന്റെ കൂടി പിന്തുണ ലഭിച്ചതോടെ UDF മുന്നണിക്ക് 7 വോട്ടുകൾ ലഭിച്ചു. അങ്ങനെയാണ് UDFും LDFും 7-7 എന്നുള്ള തരത്തിൽ വരികയും തുടർന്ന് നറുക്കെടുപ്പിലൂടെ അമ്പിളി മാത്യു വിജയിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ NDA സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള BDJS കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് LDFന്റെ ഭാഗത്തു നിന്നും ഒരു ഈ LDF UDF അല്ലെങ്കിൽ UDF NDA ധാരണയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നിലവിൽ ഈ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആള്, BDJSന്റെ വ്യക്തി അല്ലെങ്കിൽ ആ അംഗം കോൺഗ്രസിലേക്ക് വരാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വോട്ട് ചെയ്തതെന്നാണ് നിലവിൽ UDF മുന്നണി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത പ്രതിനിധിയെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് BDJSും നിലവിൽ അല്പം മുമ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള നീക്കങ്ങളിലൂടെ കൂരോപ്പട പഞ്ചായത്തിന്റെ ഭരണം കോട്ടയം കൂരോപ്പട പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. കോൺഗ്രസിന്റെ അമ്പിളി മാത്യുവിനെ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. CPMലെ ഷീല ചെറിയാൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. BDJS അംഗം ആശ ബിനു കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു.